തമിഴ്നാട്ടിൽ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റിട്ട് വെറും 10 ദിവസമേ ആകുന്നുള്ളൂ. എന്നാൽ ആദ്യ 10 ദിനം തികയും മുൻപേ തമിഴകത്തെ പിടിച്ചുലയ്ക്കുന്ന കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. സഖ്യകക്ഷികൾ ഒന്നിനു പിറകെ ഒന്നായി വിജയ്ക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് ചെന്നൈ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സർക്കാരിനുള്ള പിന്തുണ പുനഃപരിശോധിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി സഖ്യകക്ഷികളിൽ പ്രമുഖരായ CPM രംഗത്തെത്തിയതോടെ മറ്റു സഖ്യകക്ഷികൾക്കും ഇളക്കം തട്ടിയിരിക്കുകയാണ്. ഇതോടെയാണ് വിജയ് സർക്കാർ വീഴുമോ എന്ന ചോദ്യം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമായത്. അണ്ണാ DMKയിൽ നിന്നും കൂറുമാറിയെത്തിയ MLA മാരെ സർക്കാരിന്റെ ഭാഗമാക്കാനുള്ള വിജയുടെ നീക്കങ്ങളാണ് പുതിയ തർക്കങ്ങൾക്ക് കാരണം. അണ്ണാ DMK വിഭാഗത്തെ TVK സർക്കാരിന്റെ ഭാഗമാക്കുന്നത് ജനങ്ങളുടെ വിധിന്യായത്തിന് വിരുദ്ധമാണെന്ന് CPM പരസ്യമായി വ്യക്തമാക്കി. അഴിമതിരഹിതമായ ഒരു ശുദ്ധമായ ഭരണം ജനങ്ങൾക്ക് നൽകുമെന്ന വിജയുടെയും TVKയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനത്തിന് കടുത്ത തിരിച്ചടിയാകും ഈ തീരുമാനമെന്നും ഇടതുപക്ഷം ഓർമ്മിപ്പിക്കുന്നു. അണ്ണാ DMK സഖ്യത്തിൽ പ്രവേശിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമെന്നാണ് CPM മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ദ്രാവിഡ രാഷ്ട്രീയ കോട്ടകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് വിജയുടെ തമിഴക വെട്രിക്കഴകം ചരിത്ര വിജയം നേടിയത്. എന്നാൽ 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 സീറ്റുകൾ തികയ്ക്കാൻ വിജയ്ക്ക് സാധിച്ചിരുന്നില്ല. 108 സീറ്റുകളാണ് TVK ഒറ്റയ്ക്ക് നേടിയത്. കേവല ഭൂരിപക്ഷത്തിന് കൃത്യം 10 സീറ്റുകളുടെ, ശരിക്കും പറഞ്ഞാൽ 11 സീറ്റുകളുടെ കുറവുണ്ട്. ആദ്യം DMK വിട്ട് മറുകണ്ഠം ചാടി വിജയുടെ ഒപ്പം കൂടിയത് കോൺഗ്രസ് ആയിരുന്നു. തുടർന്നാണ് VCK, CPM, CPI, മുസ്ലിം ലീഗ് തുടങ്ങിയ കക്ഷികൾ സ്റ്റാലിന്റെ പാളയം വിട്ട് വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും സർക്കാർ അധികാരത്തിലേറിയതും. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ കഥ മാറി. 24 അണ്ണാ DMK വിമത MLA-മാരുടെ പിന്തുണ കൂടി വിജയെ തേടിയെത്തി. ഈ 24 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ വിജയ് ക്യാമ്പിൽ സജീവമായതാണ് ഇപ്പോൾ സഖ്യകക്ഷികളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. CPM-ന് മുൻപേ തന്നെ കോൺഗ്രസും വിജയ്ക്ക് ഇതേക്കുറിച്ചുള്ള കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കൂറുമാറി വന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പിന്തുണച്ച അണ്ണാ DMK MLA-മാരെ ഒരു കാരണവശാലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തരുത് എന്ന് കോൺഗ്രസ് നേതാവ് കാർത്തി ചിദംബരം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. ഈ തീരുമാനം വിജയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കമുണ്ടാക്കുമെന്നാണ് കാർത്തി ചൂണ്ടിക്കാണിച്ചത്. 5 വർഷം ഭരണം സുസ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന്റെയും മറ്റ് നിലവിലെ സഖ്യകക്ഷികളുടെയും പിന്തുണ മാത്രം മതിയെന്നും മാറ്റത്തിനായി വോട്ട് ചെയ്ത ജനങ്ങളെ വഞ്ചിക്കുന്ന തീരുമാനങ്ങൾ വിജയ് എടുക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. സിനിമയിലെ തിരക്കഥ കാണാതെ പഠിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല രാഷ്ട്രീയത്തിലെ മുന്നണി സമവാക്യങ്ങൾ പഠിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിജയ് തിരിച്ചറിയുന്ന നിമിഷങ്ങളാണിത്. സഖ്യകക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി അണ്ണാ DMK വിമതരെ വിജയ് മാറ്റി നിർത്തുമോ അതോ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ സ്വന്തം പ്രതിച്ഛായ പണയം വെക്കുമോ എന്നാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ ചെന്നൈയിൽ അരങ്ങേറാൻ പോകുന്ന രാഷ്ട്രീയ നാടകങ്ങൾ തമിഴ്നാടിന്റെ ഭരണ തുടർച്ചയെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് കേരള.